ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏറെക്കാലത്തെ സമരങ്ങൾക്കൊടുവിലാണ് കേരള സോപ്സ് എന്ന പൊതുമേഖലാ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചത്. എന്നാൽ ചില സാങ്കേതികമായതും തൊഴിൽപരമായതുമായ കാരണങ്ങൾ മൂലം വീണ്ടും സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുകയാണെന്ന് CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ. സഹകരണ രജിസ്ട്രാറിന്റെ ഉത്തരവിനെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ മാർച്ചും ധർണയും. അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റുമുട്ടലിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശബോധം നഷ്ടപ്പെടരുതെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ ദേശവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കി. വിശദമായ വാർത്തകളിലേക്ക്. ശമ്പള പരിഷ്കരണം ത്വരിതപ്പെടുത്തുക, ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശവ്യാപകമായി ബാങ്കുകൾ പണിമുടക്കി. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മാനേജർ SBI ശാഖയ്ക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം ത്വരിതപ്പെടുത്തുക, ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബാങ്ക് പണിമുടക്കിൽ ജില്ലയിലെ ബാങ്കിംഗ് പ്രവർത്തനം സ്തംഭിച്ചു. SBI മുഖ്യ ശാഖയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സേവന മേഖലയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി ബാങ്കിംഗ് മേഖലയിൽ ഭരണാധികാരികൾ നടപ്പിലാക്കുന്ന നടപടികൾ അവിനാശകരമാണ്. ബാങ്കിംഗ് മേഖലയെ തകർക്കുന്ന നടപടികൾ പിൻവലിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതൊരു സേവന വേതന പരിഷ്കരണത്തിന്റെ അതിനു വേണ്ടിയിട്ടുള്ള സമരം മാത്രമല്ല, എന്നാൽ അത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ബാങ്കിംഗ് മേഖലയിൽ ഭരണാധികാരി വർഗം നടപ്പാക്കുന്ന വികലമായ വിനാശകരമായ പരിഷ്കാരങ്ങൾക്ക് എതിരെയുള്ള സമരം കൂടിയാണ്. ധർണയിൽ UFBU കൺവീനർ PK ലക്ഷ്മിദാസ് അധ്യക്ഷത വഹിച്ചു. BEFI അഖിലേന്ത്യാ പ്രസിഡന്റ് AK രമേശ്, A രാഘവൻ, M രാജു, CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ, MP പത്മനാഭൻ, M മുരളീധരൻ, PP കൃഷ്ണൻ, KV ജയരാജ്, C ശിവദാസ്, K അജയൻ എന്നിവർ സംബന്ധിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റുമുട്ടലിൽ അവകാശബോധം നഷ്ടപ്പെടരുതെന്ന് ന്യൂനപക്ഷ സമിതി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ടൗൺ ഹാളിൽ ന്യൂനപക്ഷ ദേശീയ അവകാശ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറും ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ ദേശീയ അവകാശ ദിനത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാറും ശില്പശാലയും സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ന്യൂനപക്ഷ സമിതി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റുമുട്ടലിൽ അവകാശബോധം നഷ്ടപ്പെടരുത്. യോജിപ്പിന്റെയും രഞ്ജിപ്പിന്റെയും വഴിയിലൂടെ മാത്രമേ അർഹതപ്പെട്ടത് നേടാൻ സാധിക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾ പൊതുവെ ദുർബല, പോരെങ്കിൽ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാണ്. അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് എവിടെ ദൗർബല്യമുണ്ടോ അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അവരെ കൂടുതൽ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യോജിക്കേണ്ടതിന്റെയും ഐക്യപ്പെടേണ്ടതിന്റെയും അനിവാര്യത ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ ഇന്ത്യ എന്ത് നേടി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് കമ്മിറ്റി അംഗം സുബേർ നെല്ലിക്കാപ്പറമ്പ്, ഡോക്ടർ ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂനപക്ഷ സമിതി ജനറൽ കൺവീനർ മുസ്തഫ മുണ്ടുപാറ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി PMS സലാം, AV അബ്ദുറഹിമാൻ മുസ്ലിയാർ, TV അബ്ദുള്ള കോയ മദനി, ഡോക്ടർ PP അബ്ദുൾ റസാഖ്, ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, ഡോക്ടർ ഫസൽ ഗഫൂർ, P മുഹമ്മദ് കോയ, PA ഹംസ, നടുങ്കണ്ടി അബൂബക്കർ, നിസാർ ഒളവണ്ണ എന്നിവർ സംബന്ധിച്ചു. പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുകയാണെന്ന് CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ. സഹകരണ ജീവനക്കാരുടെ ശമ്പള വ്യവസ്ഥ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സഹകരണ സംഘം ജീവനക്കാരുടെ നിലവിലുള്ള ശമ്പള വ്യവസ്ഥ അട്ടിമറിക്കുന്ന വിധത്തിൽ സഹകരണ രജിസ്ട്രാർ ഇക്കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിനെതിരെ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുതലക്കുളം കേന്ദ്രീകരിച്ച് പ്രകടനമായാണ് ജീവനക്കാർ ധർണയ്ക്കെത്തിയത്. ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ജീവനക്കാരുടെ ശമ്പള വ്യവസ്ഥ അട്ടിമറിക്കുന്ന ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ധർണയിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വിജയൻ, CITU സിറ്റി ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ, ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT ജയരാജൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ N സത്യൻ, MM അശോകൻ, ജില്ലാ സെക്രട്ടറി M ബാലകൃഷ്ണൻ, K ബാബുരാജ്, E വിനോദ് കുമാർ, K സജിത് കുമാർ, വാസു കുന്നുമൽ, TK വിനോദൻ, T വാസ്തി എന്നിവർ സംബന്ധിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ള മകന്റെ വെട്ടേറ്റ് അച്ഛൻ മരിച്ചു. നടുവട്ടം കുറുവിൽ വാസുദേവനാണ് മകൻ ബബീഷിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടത്. കൈമുഴുകൊണ്ട് കഴുത്തിനാണ് വെട്ടിയത്. മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മാനസിക രോഗിയായ മകന്റെ വെട്ടേറ്റ് പിതാവ് മരിച്ചു. ബേപ്പൂർ നടുവട്ടം കണ്ണടത്ത പള്ളിക്ക് സമീപം കണ്ണഞ്ചേരി താഴം കുറുവിൽ വാസുദേവനാണ് കൊല്ലപ്പെട്ടത്. 60 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. വാസുദേവന്റെ മകൻ ബബീഷാണ് കൈമഴ ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടിയത്. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ വാസുദേവനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. വാസുദേവന്റെ ഭാര്യ ബേബിയും മകൻ നവീഷും ശബരിമലയിലേക്ക് പോകാൻ കെട്ടിനിറയ്ക്കാൻ പോയ സമയത്തായിരുന്നു ബബീഷ് അച്ഛനെ വെട്ടിയത്. നല്ലളം CIP ചന്ദ്രമോഹന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥൻ കരീം, മാറോഡ് SI TM ജേക്കബ്, അഡീഷണൽ SI നാസറുദ്ദീൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. 18 വയസ്സുള്ള ബബീഷ് മാനസിക അസ്വസ്ഥ്യമുള്ളതിനാൽ വീടിന് പുറത്തിറങ്ങാതെ കഴിയുകയായിരുന്നു. ക്രിസ്തുമസ് സന്ദേശങ്ങൾ കൈമാറാൻ പഴയ പ്രതാപം വീണ്ടെടുത്ത് ആശംസ കാർഡുകൾ വിപണിയിലെത്തി. കണ്ണഞ്ചിപ്പിക്കുന്നവ മുതൽ സംഗീതം പൊഴിക്കുന്ന കാർഡുകൾ വരെ വിപണിയിൽ ലഭ്യമാണ്. പരമ്പരാഗത രീതിയിലുള്ള ലളിതമായ വരകളോടുകൂടിയ കാർഡുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും കേക്കുകളുമെല്ലാം ക്രിസ്മസിനെ വരവേൽക്കാൻ നഗരത്തിലെത്തിയപ്പോൾ ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറാൻ പുതുമോടിയിലാണ് സന്ദേശ കാർഡുകൾ വിപണിയിൽ എത്തിയിരിക്കുന്നത്. SMS സന്ദേശങ്ങളുടെ വരവോടെ ചവറ്റുകുട്ടയിൽ ഇടം പിടിച്ചിരുന്ന കാർഡുകൾ ഇപ്രാവശ്യം പൊടി തട്ടി വീണ്ടും വിപണിയിൽ പഴയ പ്രതാപം തിരിച്ചുപിടിച്ച മട്ടാണ്. സാന്റാക്ലോസും നക്ഷത്രങ്ങളുമെല്ലാമാണ് കാർഡുകൾ ക്രിസ്മസ് സന്ദേശകരായി എത്തിയിരിക്കുന്നത്. കാർഡ് തുറന്നാൽ സംഗീതങ്ങളും വിവിധ വർണ്ണങ്ങളിൽ അക്ഷരങ്ങൾ പ്രകാശിക്കുന്നതുമെല്ലാം സന്ദേശത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 5 രൂപ മുതൽ 500 രൂപ വരെയുള്ള കാർഡുകൾ വിപണിയിലുണ്ട്. കാർഡുകളിൽ അലങ്കാരങ്ങൾ കൂടിയാൽ വില വർദ്ധിക്കും. എന്നാൽ കൂടുതലും അലങ്കാര കാർഡുകൾക്കാണ് ആരാധകർ കൂടുതൽ. നിറങ്ങളിലുമുണ്ട് പ്രത്യേകത. സാന്റാക്ലോസിന്റെ നിറമായ ചുവപ്പിലും വെള്ളയിലും ഒരുക്കിയ കാർഡുകൾക്കാണ് ആവശ്യക്കാർ ഏറെ. ഓർമ്മയിൽ ഒതുങ്ങിയ കാർഡുകൾ വീണ്ടും വിപണിയിൽ സജീവമായതിന്റെ സന്തോഷത്തിലാണ് നഗരത്തിലെ കച്ചവടക്കാർ. എന്നാൽ ഇവിടെ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു. കീബോർഡിലെ അക്ഷരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ പുതുതലമുറയ്ക്കിടയിൽ കടലാസു താളുകളിലെ സന്ദേശങ്ങൾ ഇനി എത്ര നാൾ? ക്യാമറാമാൻ വിശാഖ് മണേശ്വരിക്കൊപ്പം നൈനു, ജില്ലാ വാർത്തകൾ. വേദവ്യാസ വിദ്യാനികേതന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര മാതൃദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി മാതൃപൂജ നടന്നു. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിനി മുക്തചൈതന്യ മുഖ്യപ്രഭാഷണം നടത്തി. ധനുമാസത്തിലെ തിരുവാതിര മാതൃദിനമായി ആചരിച്ചു. വേദവ്യാസ വിദ്യാനികേതൻ കൊയിലാണ്ടിയുടെ ആഭിമുഖ്യത്തിലാണ് മാതൃദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിനിയായ മുക്തചൈതന്യയുടെ പ്രഭാഷണമുണ്ടായിരുന്നു. മാതൃപൂജയിൽ രാമചന്ദ്രൻ മുഖ്യ കാർമ്മിയായി. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭന പ്രേമാനന്ദൻ, ലീല രവീന്ദ്രൻ, ലക്ഷ്മി ടീച്ചർ, സംകുൽ സംയോജകൻ രവീന്ദ്രൻ TM എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാലയത്തിലെ ഗുരുജനങ്ങളും അമ്മമാരും പൂജയിൽ സംബന്ധിച്ചു. ഓം കൃഷ്ണവത്സലായ നമോ നമഃ. ഓം നിരഞ്ജനാനന്ദ സംയുക്തായ നമോ നമഃ. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ
ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം കോട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. 34ാമത്തെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൗരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. സമരം നടത്തിയ കേരള സോപ്സ് തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് CITU നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. അനധികൃത നിയമനത്തിലും കേരള സോപ്സ് തകർക്കാനുള്ള നീക്കത്തിലും പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തിയത്. ചൊവ്വാഴ്ച ജോലിക്കെത്തിയ തൊഴിലാളികളെ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റികൾ ഗേറ്റിൽ തടയുകയായിരുന്നു. തുടർന്ന് 40ഓളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഇരു ഗേറ്റിലും കുത്തിയിരുന്ന് സമരം ആരംഭിച്ചു. സ്ഥലത്തെത്തിയ പ്രദീപ് കുമാർ MLA മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ച നടത്തി. ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സോപ്സ് മാനേജ്മെന്റിന്റെ യോഗത്തിന് ശേഷം മാത്രമേ തൊഴിലാളികളെ തിരിച്ചെടുക്കൂവെന്ന് മാനേജ്മെന്റ് വാശി പിടിച്ചതോടെയാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. LDF ഭരണകാലത്ത് എളമരം കരീം മന്ത്രിയായിരിക്കെയാണ് കേരള സോപ്സ് തകർച്ചയിൽ നിന്നും കരകയറ്റിയത്. UDF സർക്കാരിന്റെ നയം തൊഴിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക എന്നതാണെന്നും എന്നാൽ തന്റെ മണ്ഡലത്തിലെ ഒരു വ്യവസായ സ്ഥാപനവും അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്നും പ്രദീപ് കുമാർ MLA പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഭാസ്കരൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K ചന്ദ്രൻ, CITU ജില്ലാ സെക്രട്ടറിമാരായ CP സുലൈമാൻ, BK മോഹൻദാസ്, നടക്കാവ് ലോക്കൽ സെക്രട്ടറി NP കാസിം, C വിനീഷ്, MM സുനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം ആരംഭിച്ചത്. സംസ്ഥാനത്ത് അറബിക് യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ അത് മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ മാത്രമാണെന്ന് IUML ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല. അന്താരാഷ്ട്ര അറബിക് ദിനത്തിന്റെ ഭാഗമായി നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദേശീയ അറബിക് സെമിനാറിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര അറബിക് ദിനത്തിന്റെ ഭാഗമായി ഭാഷാധ്യാപക സംഘടനയായ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ അറബിക് സെമിനാർ സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. IUML കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് അറബിക് യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ അത് മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റു ഭാഷകൾക്ക് നൽകുന്ന പരിഗണന അറബിക് ഭാഷയ്ക്ക് നൽകാൻ ഭാഷാ പണ്ഡിതർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റും ആ ഗവൺമെന്റിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പരിപാടിയിൽ മൗലാന റഫീഖ് അഹമ്മദ് കോലാരി, മൗലാന സൈഫ് അൻസാരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KATF മുൻ പ്രസിഡന്റ് M സലാഹുദ്ദീൻ മദനി, M അബ്ദുൽ നാസർ മദനി, CA സൌദ് ഫാറൂഖി, KATF സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാനതലത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കായുള്ള സഹവാസ ക്യാമ്പിന് ശിക്ഷാസദനിൽ തുടക്കമായി. ഡയറക്ടറേറ്റ് ഓഫ് ഐഡിയൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം CDA ചെയർമാൻ NC അബൂബക്കർ നിർവഹിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് ഐഡിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കുള്ള സഹവാസ ക്യാമ്പിന് തുടക്കമായി. ശിക്ഷക് സദനിൽ 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പ് CDA ചെയർമാൻ NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ നല്ലളം നാസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ K അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ PP ഫിറോസ്, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് AV അൻവർ, സൈഫുന്നീസ, അമ്മിണി ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 200-ൽ പരം ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്.
കോഴിക്കോട് ജില്ലാ മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയന്റെ സിറ്റി സമ്മേളനം കേളുവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ മോട്ടോർ എഞ്ചിനീയറിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയന്റെ CITU സിറ്റി സമ്മേളനം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു. കേളുവട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവഞ്ചൂരാദാസിന്റെ രണ്ടാമത്തെ മകൻ ഗുജറാത്തിൽ മോഡിയുടെ സഹായത്തോടുകൂടി വലിയ സ്റ്റീൽ പ്ലാന്റ് നടത്തുന്നതാണ് പറയുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ്? ഇതാണ് ക്രോണിക് ക്യാപിറ്റലിസം. രാഷ്ട്രീയ നേതാക്കളായിരിക്കുക, അതേസമയത്ത് തന്നെ വ്യവസായം നടത്തുക. രാഷ്ട്രീയ നേതൃത്വത്തോടൊപ്പം തന്നെ മൂലധനത്തിന്റെ വ്യാപനവും സ്വന്തം ബിസിനസ് നടത്തുന്ന ആളുകളാണ് BJPയും കോൺഗ്രസും ഒക്കെ. യൂണിയൻ സിറ്റി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് T ബാലൻ നായർ, KG അശോകൻ എന്നിവർ സംസാരിച്ചു. RSP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനദ്രോഹ നയങ്ങൾക്കും വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ ധർണ സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ RSP സംസ്ഥാന കമ്മിറ്റി അംഗം C ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ നയങ്ങൾക്കും അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ RSP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ RSP സംസ്ഥാന കമ്മിറ്റി അംഗം C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും 7 or 8 പേരെ പുറത്താക്കിയ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന കേരളത്തിൽ കേട്ടുകേഴ്വിയുള്ളതാണോ? ജില്ലാ സെക്രട്ടറി KP രാജൻ അധ്യക്ഷത വഹിച്ചു. K ദേവാനന്ദ്, KP ബാബു, K അബ്ദുള്ളക്കോയ, വർഗീസ് പുത്തൻപുരയ്ക്കൽ, മനോജ് പാലോറമണ്ണിൽ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. പിന്നോക്ക വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും സഹകരണത്തോടെ നിതാക്കത്ത് നിയമം മൂലം മടങ്ങിയെത്തിയവർക്ക് ജോലി നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചതായി പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ PMA സലാം. ജില്ലാ ലീഗ് സെന്ററിൽ സംഘടിപ്പിച്ച നിതാക്കത്ത് നിയമം മൂലം മടങ്ങിയെത്തിയവരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രവാസി ലീഗിന്റെ ആഭിമുഖ്യത്തിൽ സൗദിയിൽ നിന്നും നിതാക്കത്ത് നിയമം മൂലം മടങ്ങിയെത്തിയവരുടെ സംഗമം ജില്ലാ ലീഗ് സെന്ററിൽ സംഘടിപ്പിച്ചു. സംഗമം പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ PMA സലാം ഉദ്ഘാടനം ചെയ്തു. നിതാക്കത്ത് നിയമം മൂലം നാട്ടിൽ എത്തിയവർക്ക് വിവിധ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദിയിലേക്ക് അല്ലാതെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഒരുക്കും. തൊഴിൽ വൈദഗ്ധ്യമുള്ളവർക്ക് സംസ്ഥാനത്ത് തന്നെ ജോലി ലഭ്യമാക്കാൻ സഹായിക്കും. സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സഹായങ്ങൾ ലഭ്യമാക്കും. പിന്നാക്ക വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ജോലി നൽകാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എയർപോർട്ടിൽ രജിസ്റ്റർ ചെയ്തവരും അത് ഏതാണ്ട് 18,000 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതും 18,000 ആണ്. ആ ആളുകളെ തിരിച്ചു പോകാൻ താല്പര്യമുള്ളവർ സൗദി അല്ലാത്ത രാജ്യങ്ങളിലേക്കാണെങ്കിൽ പോലും തിരിച്ചു പോകാൻ, ഗൾഫിലേക്ക് ജോലി ചെയ്യാൻ തിരിച്ചു പോകാൻ സാധ്യതയുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് K ഇമ്പിച്ചി മമ്മു, NA റസാഖ് മാസ്റ്റർ, ഉമ്മർ പാണ്ഡികശാല എന്നിവർ സംബന്ധിച്ചു. മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്രയ്ക്ക് കൊയിലാണ്ടിയിൽ സ്വീകരണം നൽകി. സ്റ്റേഡിയം പരിസരത്ത് നടന്ന സ്വീകരണ യോഗം KSC സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവകേരള യാത്രയ്ക്ക് കൊയിലാണ്ടിയിൽ സ്വീകരണം നൽകി. കൊയിലാണ്ടി സ്റ്റേഡിയം പരിസരത്ത് നടന്ന സ്വീകരണ യോഗം KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് U രാജീവൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, KPCC സെക്രട്ടറി K പ്രവീൺകുമാർ, CR മഹേഷ്, ആദം മുൽസി, രാജേഷ് കീഴേരിയൂർ, രജീഷ് വെങ്ങളത്തുകണ്ടി, K വിജയൻ എന്നിവർ സംബന്ധിച്ചു. അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ അറബിക് കോൺഫറൻസും അറബി ഭാഷാ ദിനാചരണവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അറബി ഭാഷാ പഠനത്തിന് അടിത്തറയിട്ട ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ സ്മരണയ്ക്കും അറബി ഭാഷാ പഠനത്തിനുമായി അദ്ദേഹത്തിന്റെ പേരിൽ സർവകലാശാല സ്ഥാപിക്കണമെന്ന്
അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഇന്റർ ഫോറം സംഘടിപ്പിച്ച ദേശീയ അറബിക് കോൺഫറൻസ് ആവശ്യപ്പെട്ടു. ലോക അറബിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കോൺഫറൻസ് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് തുറാബ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗം മേധാവി MN ഖാൻ, മർക്കസ് മാനേജർ C മുഹമ്മദ് ഫൈസി, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം ഹസേരി തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞി സഖാഫി, ഡോക്ടർ KB വീരാൻ മൊയ്തീൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി, അബൂബക്കർ ഷർവാനി, VM കോയ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ NP മഹ്മൂദ് സ്വാഗതവും തറയിട്ടൽ ഹസൻ സഖാഫി നന്ദിയും പറഞ്ഞു. മൈത്രി ഫോറം പ്രസിദ്ധീകരിച്ച ആതുര സേവനത്തിന്റെ വയനാടൻ ഗാഥ പുസ്തകം പ്രകാശനം ചെയ്തു. അളകാപുരിയിൽ നടന്ന പ്രകാശന ചടങ്ങിൽ മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളുടെയും ഗുരുവിന്റെയും സംഗമമായി മാറി. ആതുര സേവനത്തിന്റെ വയനാടൻ ഗാഥ പുറത്തറിയിക്കാൻ ഡോക്ടർമാരുടെ സംഘം തന്നെ എത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ട ഡോക്ടർ K അബ്ദുള്ളയുടെ ആതുര സേവനത്തിന്റെ കഥ പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഡോക്ടർമാരുടെ സാന്നിധ്യത്താൽ ശ്രദ്ധിക്കപ്പെട്ടത്. 1965 കോഴിക്കോട്ടെ സർക്കാർ ആശുപത്രിയിലെ സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് ആതുര സേവനത്തിന് പോവുകയും ഇപ്പോഴും അവിടെ തുടരുകയും ചെയ്യുന്ന ഡോക്ടർ K അബ്ദുള്ളയോടുള്ള പഴയ സഹപാഠികളുടെ സ്നേഹപ്രകടനം കൂടിയായിരുന്നു കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുമെല്ലാമുള്ള ഡോക്ടർമാരുടെ സാന്നിധ്യം. പുസ്തകം പ്രകാശനം ചെയ്യാൻ ഡോക്ടർ K അബ്ദുള്ളയുടെ ഗുരുവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പാളുമായിരുന്ന ഡോക്ടർ K മാധവൻകുട്ടിയും എത്തിയതോടെ പുസ്തക പ്രകാശന ചടങ്ങ് മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളുടെയും ഗുരുവിന്റെയും സംഗമം കൂടിയായി മാറി. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ PJ ജോഷ ഏറ്റുവാങ്ങി. ഡോക്ടർ PC അൻവർ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർമാരായ KP രാജഗോപാൽ, KB വേണുഗോപാൽ, PC വിജയനാരായണൻ, TT കുഞ്ഞമ്മ, VP വസന്ത, VK മമ്മി, V സിദ്ധാർത്ഥൻ, നാരായണൻ നായർ, മുബാറക് BV, വസുമതി, ശാന്തകുമാരി, MP കുമാരമേനോൻ, TK ജയരാജ്, K മൊയ്തു, CM അബൂബക്കർ, മെഹ്റൂഫ് രാജ്, രാമകൃഷ്ണൻ എന്നിവരെ വേദിയിലേക്ക് വിളിച്ചു കയറ്റിയായിരുന്നു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. മലമ്പനിയും സിക്കിൾ സെൽ രോഗവും പടർന്നു പിടിച്ചിരുന്ന 1965 വയനാട്ടിൽ പോയി സേവനം അനുഷ്ഠിച്ചതിന്റെ കഥ പറയുന്ന ഈ പുസ്തകത്തിന് വയനാടൻ വീരഗാഥ എന്ന് പേരിടണമായിരുന്നുവെന്ന് ഡോക്ടർ K മാധവൻകുട്ടി അഭിപ്രായപ്പെട്ടു. പുസ്തകം വിറ്റുകിട്ടുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുമെന്ന് KP കുഞ്ഞുമൂസ പറഞ്ഞു. ഗ്രന്ഥകർത്താവായ KP സുബൈർ, TP മമ്മു എന്നിവർ സംസാരിച്ചു. CSCO ITCയുടെ ആഭിമുഖ്യത്തിൽ 6ാമത് വ്യവസായ സംരംഭക സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരമേഖല ജോയിന്റ് ഡയറക്ടർ N ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. CSCO ITയിൽ പഠിക്കുന്ന 400ഓളം വിദ്യാർത്ഥികളാണ് ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തത്. സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ക്ലാസുകളാണ് പ്രധാനമായി നടന്നത്. പഠനം പൂർത്തിയാകുന്നതോടുകൂടി സ്വന്തമായി ബിസിനസ് രംഗത്തേക്ക് കടക്കുവാനും തങ്ങൾ ആർജിച്ച അറിവുകൾ സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനും ഉതകുന്ന രീതിയിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ N ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. യത്തീംഖാന ചെയർമാൻ എഞ്ചിനീയർ AM മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു. DIC കോഴിക്കോട് ജനറൽ മാനേജർ T ഷാജി മുഖ്യാതിഥിയായിരുന്നു. എഞ്ചിനീയർ P മുഹമ്മദ് കോയ, CSCO ജനറൽ സെക്രട്ടറി K അബ്ദുൽ നാസർ, BV ജവഹർ, SB അബ്ദുൽ നാസിർ, B ജയബാലൻ, PP കുമാരൻ എന്നിവർ സംബന്ധിച്ചു. സക്സസ് ത്രൂ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഗസ്റ്റ് ഫാക്കൽറ്റി ഡോക്ടർ PK ബാലകൃഷ്ണൻ, സെൽഫ് എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ രബീന്ദ്രനാഥ് അത്രി എന്നിവർ ക്ലാസുകളെടുത്തു. കേരള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ സംസ്ഥാനത്ത് 1ാം റാങ്ക് കരസ്ഥമാക്കിയ അർജുൻ CPയെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് CSCO പ്രസിഡന്റ് MV മുഹമ്മദ് അലി സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോഗോൺ www.jillavartagal.com. IAME സംസ്ഥാന ആർട്ട് ഫെസ്റ്റിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തും ന്യൂനപക്ഷ മാനേജ്മെന്റിന് കീഴിൽ നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ കൂട്ടായ്മയാണ് ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ. IAME സംഘടിപ്പിക്കുന്ന പ്രഥമ സംസ്ഥാനതല സ്കൂൾ ഫെസ്റ്റാണ് ഡിസംബർ 21-22 തീയതികളിൽ കോഴിക്കോട് ഓമശ്ശേരി തെച്ചാട് അൽ ഇർഷാദ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുകയെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. പരമ്പരാഗത വ്യവസായ തൊഴിലാളി പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. CIT സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ നയിക്കുന്ന ജാഥ വടകരയിൽ നിന്നാണ് ചൊവ്വാഴ്ചത്തെ പര്യടനം ആരംഭിച്ചത്. തുടർന്ന് കൊയിലാണ്ടി, ഉള്ളിയേരി, കുന്നമംഗലം, ഫറോക്ക് എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് തൊഴിലാളികളും ബഹുജനങ്ങളും ആഘോഷ സ്വീകരണമാണ് നൽകിയത്. പരമ്പരാഗത മേഖലയിലെ 20 ലക്ഷത്തോളം പേരുടെ തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 30-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് ജാഥ പ്രയാണം.
ഫറോക്കിൽ നൽകിയ സ്വീകരണ പൊതുയോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം M. ഗിരീഷ് അധ്യക്ഷനായിരുന്നു. N. ശശിധരൻ സ്വാഗതം പറഞ്ഞു. ബുധനാഴ്ച മലപ്പുറം ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ 19 കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് സംസ്ഥാന രക്ഷാധികാരി EV കൃഷ്ണപൊതുവാൾ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും. സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 450 കരാറുകാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പുതിയറ ചന്ദ്രകാന്തം സാംസ്കാരിക വേദിയുടെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ശരിയും തെറ്റുമെന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ K. ശ്രീധരൻ വിഷയം അവതരിപ്പിച്ചു. CPI വയനാട് ജില്ലാ സെക്രട്ടറി വിജയൻ ചെറുക്കര, BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, വയനാട് DCC പ്രസിഡന്റ് KL പൗലോസ്, സെക്രട്ടറി P. സുരേഷ് ബാബു, ചന്ദ്രകാന്തം സാംസ്കാരിക വേദി പ്രസിഡന്റ് P. ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ലോകപ്രശസ്ത ജമിനി സർക്കസ് കോഴിക്കോട്ട്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുമായി ഡിസംബർ 20 മുതൽ സ്വപ്നനഗരി ബൈപ്പാസ് റോഡിലാണ് സർക്കസ് നടക്കുകയെന്ന് കോർഡിനേറ്റർ ശ്രീഹരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 17 പെൻഷൻ ദിനമായി ആചരിച്ചു. 1982 ഡിസംബർ 17 സുപ്രീം കോടതി പെൻഷൻ ഭരണഘടനാ പ്രകാരം ജീവനക്കാർക്ക് അവകാശപ്പെട്ടതാണെന്ന് വിധിച്ചിരുന്നു. 1983 മുതൽ എല്ലാ വർഷവും ഡിസംബർ 17 പെൻഷൻ ദിനമായി ആചരിക്കുന്നുണ്ട്. പെൻഷൻ നിയമം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് ഈ വർഷം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പ്രകടനവും ധർണയും നടത്തി. PFRDA നിയമം റദ്ദു ചെയ്യുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രകടനം നടത്തിയത്. ബേപ്പൂരിൽ നടന്ന പ്രകടനം M. ഗോപി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗോപാലകൃഷ്ണൻ, ശീലാവതി ടീച്ചർ, ഹരിദാസൻ നമ്പ്യാർ, PV ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പച്ചക്കറി വികസന പദ്ധതി എന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ A. അബ്ദുൽ ലത്തീഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 6 പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തി 1700 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാനാണ് കോഴിക്കോട് ജില്ലയിൽ ഈ വർഷം പച്ചക്കറി വികസന പരിപാടിയിൽ ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാലയങ്ങളിലെ പച്ചക്കറിത്തോട്ടം, വിദ്യാർത്ഥികളുടെ പുരയിടങ്ങളിൽ അടുക്കളത്തോട്ടം, വിദ്യാലയങ്ങളിൽ ബയോഗ്യാസ്, പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹന സമ്മാനം എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. MES CBSE സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 11ാമത് സംസ്ഥാനതല സ്കൂൾ കായികമേള ഡിസംബർ 20-21 തീയതികളിൽ ചാത്തമംഗലം രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 ദിവസങ്ങളായി നടത്തപ്പെടുന്ന മേളയിൽ കേരളത്തിലെ 32 MES CBSE സ്കൂളുകളിൽ നിന്നായി 2000-ഓളം കായിക താരങ്ങൾ 5 കാറ്റഗറികളിലായി 72 ഇനങ്ങളിൽ മത്സരിക്കും. വന്ധ്യതാ ചികിത്സാ രംഗത്ത് ആധുനിക സജ്ജീകരണങ്ങളുമായി കോക്കൂറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പി കോഴിക്കോട് പൊറ്റമണിയിൽ പ്രവർത്തനം ആരംഭിച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നൂതന ചികിത്സാ രീതികളായ IMSI, ICSI, IVF, ഭ്രൂണ ശീതീകരണം തുടങ്ങിയ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ലോകോത്തര ഫർണിച്ചർ കിടക്ക നിർമ്മാതാക്കളായ കുർലോൺ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ എക്സ്പോ വെള്ളിയാഴ്ച ആരംഭിക്കും. വെസ്റ്റ് മാങ്കാവ് തിരുവണ്ണൂരിൽ റിലാക്സ് മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഡിസംബർ 19 മുതൽ ജനുവരി 10 വരെയുള്ള എക്സിബിഷൻ നടക്കുന്നത്. ഫാക്ടറി വിലയിൽ നിന്നും 51% വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാനത്തുടനീളം ഭവനരഹിതരായ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ബൈത്തുൽ റഹ്മ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ പുതിയങ്ങാടി മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയങ്ങാടി പള്ളിക്കണ്ടി ബീച്ചിലെ സീനത്തിന് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ താക്കോൽദാനം വ്യാഴാഴ്ച വൈകിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ അടക്കമുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുകയാണെന്ന് CIT ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ. സഹകരണ രജിസ്ട്രാറിന്റെ ഉത്തരവിനെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ മാർച്ചും ധർണയും. അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റുമുട്ടലിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശബോധം നഷ്ടപ്പെടരുതെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ ദേശവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കി. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.